വൈകുന്നേരം ഉമ്മറത്തെ പൂന്തോട്ടത്തിലെ സിമന്റ് ബെഞ്ചിലിരിക്കുമ്പോൾ അസ്വസ്ഥമായിരുന്നു താരയുടെ മനസ്സ്. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 6 മാസങ്ങളാവുന്നതേയുള്ളൂ. ഇപ്പോ ഏറ്റവും അധികം സ്വപ്നം കാണേണ്ടത് സന്തോഷിക്കേണ്ട സമയമാണ്. പക്ഷെ എന്തു ചെയ്യാൻ, ഇതാണ് വിധി. അവൾ നെടുവീർപ്പിട്ടു. ബാലുവിനെ കല്യാണം കഴിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ബാലുവിനാകെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും മകനും മാത്രമുള്ള വീട്ടിലേക്ക് പോകണ്ട എന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ താനത് കേട്ടില്ല. എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ ബാലുവിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയി. ബാലുവിന്റെ ചിരിയും കുസൃതി ഒളിപ്പിച്ച കണ്ണുകളും, എന്തോ വല്ലാത്തൊരിഷ്ടം. താൻ ഒരൊറ്റയാളിന്റെ നിർബന്ധത്തിലാണ് വിവാഹം ഉറപ്പിച്ചത്. കല്യാണം ഉറപ്പിച്ച ശേഷമുള്ള ഫോൺ വിളികളിലൂടെ പരസ്പരം കൂടുതൽ അറിഞ്ഞു. അന്നും ഇന്നും തോന്നിയിട്ടില്ല ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന്. അത്രയ്ക്ക് നല്ലവനാണ് ബാലു. ഒരിക്കലും സ്നേഹിക്കുന്ന, തമാശകൾ പറയുന്ന, കുസൃതികൾ കാട്ടുന്ന, താൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പങ്കാളി. പക്ഷേ ഇപ്പൊ പ്രശ്നം ബാലുവിന്റെ അമ്മയാണ്. അമ്മയും മോനും മാത്രമുള്ള വീടായതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മയെ സ്വന്തമായി തന്നെ കാണുമെന്നും അവരെ നന്നായി സ്നേഹിക്കുമെന്നും ഒക്കെ മനസ്സിൽ ഉറപ്പിച്ചാണ് വിവാഹം കഴിഞ്ഞു വന്നത്. പക്ഷേ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമായിട്ടും താൻ ബാലുവിന് ചേർന്ന പെൺകുട്ടി തന്നെ ആയിരുന്നിട്ടും വന്ന സമയം മുതൽ അമ്മയ്ക്ക് തന്നോട് എന്തോ അനിഷ്ടമുണ്ട്. ആദ്യമൊക്കെ അത് തോന്നലാണെന്നാണ് കരുതിയത്. അവർക്ക് ബാലുവിന്റെ കാര്യത്തിൽ അല്പസ്വല്പം പോസസീവ്നെസ് ഒക്കെ കാണുമെന്ന് ആദ്യമേ ഊഹിച്ചിരുന്നു. അതെല്ലാം ഈസിയായി കൈകാര്യം ചെയ്യാമെന്ന കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി ഇപ്പോ ശ്വാസം മുട്ടുകയാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് തന്നെ എല്ലാ ജോലികളും അമ്മ തന്നെ ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. മധുവിധുരാവുകളുടെ ആലസ്യത്തിൽ പലപ്പോഴും താൻ വൈകി ഉണർന്നു വരുമ്പോഴേക്കും അമ്മ ജോലികളെല്ലാം തീർത്തിരിക്കും. തന്നോട് പുഞ്ചിരിയോടെ അതൊന്നും സാരമില്ലെന്ന് പറയും. ബാലുവിന്റെ വസ്ത്രങ്ങൾ കഴുകലും മറ്റും ബാലു സ്വന്തമായി ചെയ്തിരുന്നതുകൊണ്ട് അക്കാര്യങ്ങളിലൊന്നും കൈകടത്താനുണ്ടായിരുന്നില്ല. താൻ മറ്റൊന്നും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ആദ്യമായി അത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരിക്കൽ നേരത്തെ എണീക്കണമെന്ന് ബാലു പറഞ്ഞപ്പോഴാണ്. താര, താൻ കുറച്ച് നേരത്തെ എണീറ്റ് അമ്മ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് പ്രായമായതല്ലേ. താനും കൂടെ കൂടിയാൽ അമ്മ ഹാപ്പിയാവും. തന്നെ ഒട്ടും വേദനിപ്പിക്കാതെ ബാലു അത് പറഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷെ എന്തോ അതൊരു കരടായി ഉള്ളിൽ കിടന്നു. പിറ്റേന്ന് നേരത്തെ എണീറ്റ് ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിലുണ്ട്. താൻ കൂടെ കൂടാനായി ചെന്നപ്പോൾ തന്നെ ഒന്നിനും അനുവദിക്കാതെ പറഞ്ഞു വിട്ടു. പക്ഷേ അത് ബാലുവിന്റെ അമ്മ പറയുന്നത് അവിചാരിതമായി കേൾക്കാനിടയായി. അമ്മയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ വിഷമമില്ല മോനെ. പക്ഷേ അമ്മ മോനോട് എന്തേലും പറയുമ്പോ മോൻ അവളോട് പറയല്ലേ. ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരുണ്ട് കാണാൻ വയ്യ അമ്മയ്ക്ക്. അത് കേട്ട് ചിന്തിച്ചു നിൽക്കുന്ന ബാലുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയാണ് ബാലുവിന്റെ കാര്യങ്ങളെന്ന്. അമ്മ പറയുന്നതിനപ്പുറം ബാലു ഒന്നും ചിന്തിക്കില്ല. അമ്മയ്ക്ക് ഈ വിരോധം എന്തിനാണെന്നും തന്നോട് ദേഷ്യം എന്തിനാണെന്നും എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. അവര് പിടി തന്നുമില്ല. അമ്മയോട് അടുപ്പം ഉണ്ടാകാനായി അവര് ജോലി ചെയ്യുന്നിടത്ത് സഹായിക്കാനായി ചെല്ലുമ്പോൾ അവര് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കും. എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെല്ലാം തടസ്സപ്പെടുത്തും. ആദ്യമൊക്കെ സ്നേഹത്തോടായിരുന്നുവെങ്കിൽ ഇപ്പൊ നിന്റെ പരിഷ്കാരമൊന്നും ഇവിടെ വേണ്ട എന്ന മട്ടാണ്. അമ്പനും വില്ലിനും അടുക്കാത്ത പ്രകൃതം. ബാലു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വരെ അവർ തന്നോട് സംസാരിക്കാറില്ല. അത്യാവശ്യത്തിന് ഏറെ ഗൗരവത്തോടെ ചുരുങ്ങിയ സംസാരം മാത്രം. വല്ല അസുഖവും വന്നാൽ പോലും ശ്രദ്ധിക്കാറില്ല. ബാലു വരുമ്പോൾ അവര് തൈലവും കുപ്പിയുമായിരിക്കും. ആ ജോലി ചെയ്തപ്പോൾ കാലുവേദന കൂടി, ഇന്നത് ചെയ്തപ്പോൾ നടുവുളുക്കി എന്നെല്ലാം വളരെ നോർമലായി പറയും. കൂടെ വയ്യെങ്കിൽ പിന്നെന്തിനാ ചെയ്തത് എന്ന് ബാലു ചോദിക്കുമ്പോ ഞാനല്ലാതെ ആരാ മോനെ ചെയ്യുക എന്നൊരു സംസാരവും. പലപ്പോഴും ഒരു സീൻ അമ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പോലും തോന്നിയിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും ഒഴിവു ദിവസങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയാൽ താനും ബാലുവും കൂടി എത്ര നിർബന്ധിച്ചാലും അമ്മ വരില്ല. പക്ഷെ ഇറങ്ങാൻ നേരം ഒത്തിരി വൈകല്ലേ മോനെ, അമ്മയ്ക്ക് ആദ്യമാണെന്ന് പറയും. പിന്നെ ബാലുവിനാകെ വെപ്രാളമാണ്. എവിടെ പോയാലും തിരിച്ചെത്താനുള്ള വെമ്പലാണ്. പിന്നെ ഇപ്പൊ കുറച്ചായി അമ്മയുടെ പ്രകടനങ്ങൾ കൂടിക്കൂടി അത് ബാലുവിന് തന്നോട് നേർത്ത നീരസം തോന്നുന്നിടം വരെ എത്തി. അതാണിപ്പോൾ തന്നെ ശ്വാസം മുട്ടിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് ഇതെല്ലാം പറയാമെന്ന് വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ അച്ഛനാണെങ്കിലും താൻ കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. അമ്മയുടെ വാക്കും കേട്ട് ബാലുവിന് തന്നോട് പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ ബാലുവിനെ കളഞ്ഞു വരാനേ അവര് പറയൂ എന്ന് ഉറപ്പാണ്. അതൊന്നും താൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. മാത്രമല്ല ബാലുവിനെ പിരിഞ്ഞൊരു ജീവിതം ഓർക്കാൻ കൂടി വയ്യ. എങ്ങനെങ്കിലും ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. പിന്നെയും താര ഒത്തിരി നേരം ഇരുന്നു. ഇക്കാര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചപ്പോൾ അവൾക്ക് ചില ഐഡിയകൾ കിട്ടി. അവൾ മെല്ലെ പുഞ്ചിരിച്ചു. അന്ന് ബാലു വരുന്ന സമയമായപ്പോൾ താര കാത്തു നിന്നു.
അമ്മ തൈലവുമായി വരുന്നത് കണ്ടതും അവൾ ഓടി വന്നു എണ്ണയെടുത്ത് അവരുടെ കാലിൽ തടവാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ബാലുവിന് അമ്മയും ഭാര്യയും ഒന്നിച്ചിരിക്കുന്നത് വലിയ സന്തോഷമായി. പിന്നീട് നടന്നത് താരയുടെ കളികളായിരുന്നു. അമ്മയും അവളും കൂടി ഒരു ശീതയുദ്ധം തന്നെ തുടങ്ങി. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നീ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവളെ ശകാരിച്ചാലും അവൾ പോകാതെ അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. ബാലു നോക്കുമ്പോഴൊക്കെ താനും അമ്മയോടൊപ്പം അടുക്കളയിൽ കൂടുന്നുണ്ടെന്ന് കാണിക്കാൻ അവൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ശുദ്ധനായ ബാലു അത് വിശ്വസിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ അവളുടേതായ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. അമ്മയുടെ വിലക്കുകളൊന്നും വില പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ പ്രതിഷേധം മെല്ലെ മെല്ലെ മുറുമുറുപ്പുകളിലേക്ക് മാറി. അമ്മയുമായി അവളിപ്പോൾ നല്ല കൂട്ടാണെന്ന ധാരണ ബാലുവിലും സന്തോഷമുണ്ടാക്കി. ഒരു പരിധിവരെ അമ്മയെ ഒതുക്കാൻ ധാരയ്ക്ക് കഴിഞ്ഞു. ബാലു, നമുക്ക് 3 പേർക്കും കൂടി ഗുരുവായൂരൊന്ന് പോണം കേട്ടോ. അമ്മയുടെ പേരിൽ ഞാനൊരു വഴിപാട് നേർന്നിരുന്നു. താരയുടെ ആ പറച്ചിലിൽ അമ്മയും ബാലുവും ഞെട്ടി. അമ്മ അതിനോട് എതിർത്തെങ്കിലും വഴിപാടിന്റെ കാര്യം പറഞ്ഞ് താര അവരെ തോൽപ്പിച്ചു. അങ്ങനെ ബാലുവും അമ്മയും താരയും കൂടി ആദ്യമായി ഒന്നിച്ചു പോകാൻ ഇറങ്ങി. ഗുരുവായൂർ ദർശനം കഴിഞ്ഞതും താരയുടെ നിർബന്ധം കൊണ്ട് ആനക്കോട്ട ബീച്ചിയും പോലെ ഒക്കെ പോയിട്ടാണ് അവർ മടങ്ങിയത്. ഒരുപാട് നാളായി പുറത്തൊന്നും ഇറങ്ങാതിരുന്ന അമ്മ ആദ്യം കാണിച്ച അസഹിഷ്ണുത മെല്ലെ മാറുന്നതും അവരുടെ മുഖത്ത് കൗതുകം വരുന്നതും താര ശ്രദ്ധിച്ചിരുന്നു. ഇതോടെ ചിലത് താര മനസ്സിൽ ഉറപ്പിച്ചു. മോഹൻലാലിന്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും പോയേ പറ്റൂ. ബാലു കൊണ്ടുപോകണം. താര പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് ബാലു കേട്ടത്. അമ്മ എന്തെങ്കിലും എതിർത്ത് പറയുമ്പോഴേക്കും താര അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് അവനെ പറഞ്ഞു വിട്ടിരുന്നു. അതിന്റെ പേരിൽ അവൻ പോയ ശേഷം അമ്മ താരയോട് സ്വല്പം കയർത്ത് സംസാരിച്ചെങ്കിലും അവളത് തെല്ലും വക വെച്ചില്ല. എന്തായാലും വൈകിട്ടായപ്പോഴേക്കും അമ്മയും സിനിമയ്ക്ക് പോകാൻ റെഡിയായിരുന്നു. സിനിമയും പുറത്തെ അത്താഴവും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് അവരുടെ മുഖത്തെ നേർത്ത പ്രസാദത്തിൽ നിന്നും താര മനസ്സിലാക്കി. എങ്കിലും എപ്പോഴും ബാലുവിലേക്ക് ഒതുങ്ങിക്കൂടാനായിരുന്നു അവർക്കിഷ്ടം. അതിനൊരു നടപടി വേണമെന്ന് അവൾ ഉറപ്പിച്ചു. ബാലു, ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ കുറെ പഴയതാട്ടോ. ഇനി സാധനങ്ങളൊന്നും ബാലു കൊണ്ടുവരണ്ട. ഞാനും അമ്മയും കൂടി പോയി വാങ്ങാം. എല്ലാം അമ്മ തന്നെ നോക്കി വാങ്ങിയാലേ ശരിയാവൂ. ഇത്തവണ താരയുടെ അഭിപ്രായം അമ്മ നന്നായി എതിർത്തു. എന്നാൽ 2 പേരും പോയാൽ തനിക്കൊരു ഭാരം കുറയുമെന്ന ബാലുവിന്റെ പറച്ചിലിൽ അമ്മയ്ക്ക് പിന്നെ വോയിസ് ഉണ്ടായില്ല. പിന്നെ വീട്ടിൽ നിന്നും താൻ സ്കൂട്ടി കൊണ്ടുവരിപ്പിച്ച് അമ്മയെ പിന്നിലിരുത്തി ഷോപ്പിങ്ങിന് പോയതൊക്കെ താരയ്ക്ക് രസമുള്ള അനുഭവമായിരുന്നു. മെല്ലെ മെല്ലെ അമ്മയ്ക്ക് തന്നോടുണ്ടായിരുന്ന നീരസവും അകലവും കുറയുന്നതും തന്നോട് നേർത്ത വാത്സല്യത്തിന്റെ ഉറവകൾ പിറക്കുന്നതും താര തിരിച്ചറിഞ്ഞു. അമ്മയും കൂട്ടി താര അമ്പലത്തിലും കടകളിലും ഒക്കെ പോകാൻ തുടങ്ങി. അവരും താരയോട് നന്നായി അടുത്തു തുടങ്ങിയിരുന്നു. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ അവർ ഒന്നിച്ചു ചെയ്യാൻ തുടങ്ങി. ഒഴിവു സമയങ്ങളിൽ ഒന്നിച്ചിരുന്ന് TV കാണുന്നതും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് പൂന്തോട്ടത്തിൽ സമയം ചെലവിടുന്നതും ഒക്കെ പതിവായി. അമ്മയുടെ മുഖത്തെ സന്തോഷം മാത്രം കാണുന്നതും അമ്മയുടെ വേദനകളും തൈലം കുപ്പികളും ഒക്കെ അപ്രത്യക്ഷമായതും ബാലുവിനെ ശരിക്കും സന്തോഷിപ്പിച്ചു. ആ സന്തോഷം അത്രയും ഭാര്യയോടുള്ള സ്നേഹമായി പ്രകടിപ്പിച്ചപ്പോൾ താരയ്ക്കും അതൊരു പുതിയ ജീവിതമായിരുന്നു. ഒരിക്കൽ മാത്രം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു തുടങ്ങി, മോളെ, ഞാൻ നിന്നോട്. വേണ്ടമ്മേ. അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ താര എതിർത്തു. അമ്മ പറഞ്ഞു വരുന്നതൊക്കെ എനിക്കറിയാം. അമ്മയ്ക്ക് ബാലുവിനോടുള്ള സ്നേഹം, അത് നഷ്ടപ്പെടുമോ എന്ന പേടി, അത് പിടിച്ചെടുക്കാൻ വന്ന എന്നോടുള്ള ദേഷ്യം, എല്ലാം എനിക്ക് മനസ്സിലാവും. അച്ഛൻ പോയതിനു ശേഷം അമ്മയും ബാലുവും മാത്രമുള്ള ഈ വീടെന്ന ഒരൊറ്റ ലോകത്ത് മാത്രം ഒതുങ്ങിയപ്പോ വന്ന ഒരു തോന്നലുകളാണമ്മേ. എല്ലാം മറന്നേക്ക്. ഇപ്പൊ അമ്മയ്ക്ക് ഞാനും മോളല്ലേ, എന്നോട് സ്നേഹമല്ലേ, അത് മതി. അവളോട് മറുത്തൊന്നും പറയാനില്ലാതെ നനഞ്ഞൊരു ചിരി മാത്രം നൽകി. അമ്മ പോയപ്പോൾ താര സമാധാനത്തോടെ പുഞ്ചിരിച്ചു. വേണമെങ്കിൽ തനിക്ക് ബാലുവിനോട് എല്ലാം പറഞ്ഞ് വലിയൊരു ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലെങ്കിൽ വീട്ടിലേക്ക് പിണങ്ങിപ്പോയി ഒരു വലിയ പ്രശ്നമാക്കാമായിരുന്നു. പക്ഷേ അതിലേത് ചെയ്താലും താൻ തോറ്റുപോയിനെ. താരയ്ക്ക് തോൽക്കാൻ മനസ്സില്ല. അവൾ നിറഞ്ഞു ചിരിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്